ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 2023 കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ സൗണ്ടിങ് റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2023 നവംബർ 21 ആഘോഷിച്ചു വെച്ച് കഴിഞ്ഞാൽ 60ാമതാണ്. തിരുവനന്തപുരത്തെ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനിൽ, അതായത് TERLS തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനിൽ നിന്ന് 1963 നവംബർ 21 വൈകിട്ട് 6:25 അമേരിക്കൻ നിർമ്മിത സൗണ്ടിങ് റോക്കറ്റായ നിക് അപ്പാച്ചെ വിക്ഷേപിച്ചത്. അപ്പോൾ അതിൻ്റെ 60ാമത് വാർഷികമാണ് നമ്മൾ 2023 നവംബർ 21 ആഘോഷിച്ചത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ തിരുവനന്തപുരം തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനിൽ നിന്ന് 1963 നവംബർ 21 വൈകിട്ട് 6:25 എന്ത് സംഭവിച്ചത്? ആദ്യമായിട്ട് ഒരു സൗണ്ടിങ് റോക്കറ്റായിട്ടുള്ള നിക് അപ്പാച്ചെ വിക്ഷേപിച്ചത്. കാളവണ്ടിയിലും സൈക്കിളിലുമായി എത്തിച്ച റോക്കറ്റിൻ്റെ ഭാഗങ്ങൾ തുമ്പയിലെ മേരി മഗ്ദലന പള്ളിയുടെ അധീനതയിലായിരുന്ന സ്ഥലത്ത് വെച്ചാണ് ബന്ധിപ്പിച്ചത്. ഓക്കെ, അങ്ങനെ ഭൂമിയുടെ കാന്തിക മധ്യരേഖയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന പ്രദേശമായതിനാലാണ് തുമ്പയെ വിക്ഷേപണ കേന്ദ്രമായി തിരഞ്ഞെടുത്തത്. ഓർത്തിരിക്കുക. അടുത്ത്, ഇന്ത്യയുടെ എത്രാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള IFFI ആണ് നവംബർ 28 ഗോവയിൽ സമാപിച്ചു കഴിഞ്ഞാൽ 54ാമത്. അബ്ബാസ് അമിനി സംവിധാനം ചെയ്ത ഇറാനിയൻ സിനിമയിലെ എൻലെസ് ബോർഡേഴ്സ് എന്നത് സുവർണ്ണ മയൂരം നേടി. ഓക്കെ, എൻലെസ് ബോർഡേഴ്സിന് സുവർണ്ണ മയൂരം നേടി. ബൾഗേറിയൻ ചിത്രമായ ബ്ലാഗാസ് ലെസൻസിന് ഒരുക്കിയ സ്റ്റെഫാൻ കോമാൻ ഡെറവാണ്. ഓക്കെ, ഡെറവാണ് മികച്ച സംവിധായകൻ. അപ്പോൾ മികച്ച നടൻ പൗറിയ റഹിമി സാം, മികച്ച നടി മേലാനി തിയറി. കന്നഡ ചിത്രം കാന്താരയിലെ അഭിനയത്തിന് നടൻ ഋഷഭ് ഷെട്ടി പ്രത്യേക ജൂറി അവാർഡ് നേടി. അപ്പോൾ കന്നഡ ചിത്രമായ കാന്താരയിലെ അഭിനയത്തിന് നടൻ ഋഷഭ് ഷെട്ടിക്ക് പ്രത്യേക ജൂറി അവാർഡ് നേടി. OTTയിലെ മികച്ച വെബ് സീരീസിന് ആദ്യമായി ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് പഞ്ചായത്ത് സീസൺ 2 ലഭിച്ചു. അതുപോലെ തന്നെ ശേഖർ കപൂർ അധ്യക്ഷനായ ജൂറിയാണ് ചിത്രങ്ങൾ തിരഞ്ഞെടുത്തത്. അപ്പോൾ 54ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള IFFI ആണ് നവംബർ 28 ഗോവയിൽ സമാപിച്ചത്. അബ്ബാസ് അമിനി സംവിധാനം ചെയ്ത ഇറാനിയൻ സിനിമയായ എൻലെസ് ബോർഡേഴ്സ്. എൻലെസ് ബോർഡേഴ്സിനാണ് സുവർണ്ണ മയൂരം നേടിയത്. അതുപോലെ തന്നെ ബൾഗേറിയൻ ചിത്രമായ ബ്ലാഗാസ് ലെസൻസ് ഒരുക്കിയ സ്റ്റെഫാൻ കോമാൻ ഡെറവാണ് മികച്ച സംവിധായകൻ. മികച്ച നടൻ പൗറിയ റഹിമി, മികച്ച നടി മെലാനി തിയറി. കന്നഡ ചിത്രം കാന്താരയിലെ അഭിനയത്തിന് നടൻ ഋഷഭ് ഷെട്ടിക്ക് പ്രത്യേക ജൂറി അവാർഡ് നേടി. അടുത്ത്, ക്ഷീരപഥത്തിന് പുറത്തുനിന്ന് ഭൂമിയിലേക്ക് വരുന്ന ശക്തിയേറിയ രണ്ടാമത്തെ കോസ്മിക് കിരണത്തെ ഭൗതിക ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഇതിന് നൽകിയ പേരാണ് അതാണ് അമാഡേറസു. അമാഡേറസു. ഓക്കെ, അപ്പോൾ ക്ഷീരപഥത്തിന് പുറത്തുനിന്ന് ഭൂമിയിലേക്ക് വരുന്ന ശക്തിയേറിയ രണ്ടാമത്തെ കോസ്മിക് കിരണത്തെ ഭൗതിക ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി. ഇതിന് നൽകിയ പേരാണ് അമാഡേറസു. ജപ്പാൻ പുരാണത്തിലെ സൂര്യദേവതയുടെ പേരാണിത്. ജപ്പാൻ പുരാണത്തിലെ സൂര്യദേവതയുടെ പേരാണിത്. ഓർത്തിരിക്കുക. US-ലെ യുഡ സർവകലാശാല ശാസ്ത്രജ്ഞനാണ് രശ്മി കണ്ടെത്തിയത്. അപ്പോൾ യുഡ, അതുകൊണ്ടാണ് അതിന് എന്തും കൂടിയും പേര് വന്നത്. അമാഡേറസു. ജപ്പാൻ പുരാണത്തിലെ സൂര്യദേവതയുടെ പേരാണത്. US-ലെ യുഡ സർവകലാശാല ശാസ്ത്രജ്ഞനാണ് രശ്മി കണ്ടെത്തിയത്. 1991 കണ്ടെത്തിയ ഓ മൈ ഗോഡ് പാർട്ടിക്കിൾ എന്ന് പേരിട്ട കോസ്മിക് കിരണമാണ് നാളിതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയത്. ഓ മൈ ഗോഡ് പാർട്ടിക്കിൾ 1991 അത് കണ്ടെത്തിയത്. OMG, ഓ മൈ ഗോഡ് പാർട്ടിക്കിൾ. ഓർത്തിരിക്കാം. ഏത് രാജ്യത്തിൻ്റെ സ്ഥാനപതി കാര്യാലയത്തിൻ്റെ പ്രവർത്തനമാണ് അടുത്തിടെ ഇന്ത്യയിൽ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ ഭരണം 2021 താലിബാൻ വീണ്ടും പിടിച്ചെടുത്തോടെയാണ് എംബസിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായത്. അപ്പോൾ ഏത് രാജ്യത്തിൻ്റെ സ്ഥാനപതി കാര്യാലയത്തിൻ്റെ പ്രവർത്തനമാണ് അടുത്തിടെ ഇന്ത്യയിൽ അവസാനിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം ആരും വീണ്ടും കൈയടക്കി 2021 താലിബാൻ വീണ്ടും പിടിച്ചെടുത്തോടെ. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം താലിബാൻ കൈയടക്കിയെടുത്തോടെയാണ് ഈ പ്രവർത്തനം പ്രതിസന്ധിയിലായത്. 3ാമത് വേൾഡ് ഹിന്ദു കോൺഗ്രസ് നടന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കോക്ക് ആണ്. തായ്ലാൻഡിലെ ബാങ്കോക്ക്. തായ്ലാൻഡ്. 3ാമത് വേൾഡ് ഹിന്ദു കോൺഗ്രസ് മൂന്നാമത് നടന്നത് ബാങ്കോക്ക്, തായ്ലാൻഡ്. 2014 ഡൽഹിയിലും 2018 ഷിക്കോഗയിലുമായി ആയിരുന്ന ഹിന്ദു കോൺഗ്രസിന് ആതിഥേയത്വം വെച്ചു. അപ്പോൾ 2014 ഡൽഹിയിലായിരുന്നു. 2014 ഡൽഹി, 2018 ഷിക്കാഗോ. 2014 ഡൽഹി, 2018 ഷിക്കാഗോ ആയിരുന്നു ഹിന്ദു കോൺഗ്രസിന് ആതിഥ്യം വഹിച്ചത്. 2023 അതെവിടെയാണ്? അത് തായ്ലാൻഡ്. വേൾഡ് ഹിന്ദു കോൺഗ്രസ്. ഭരണഘടനാ ദിനം എന്നാണ് നവംബർ 26. 1949 നവംബർ 26 ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ചതിൻ്റെ
സ്മരണാർത്ഥമാണ് ഭരണഘടനാ ദിനം ആചരിക്കുന്നത്. 2015 മുതൽ സംവിധാൻ ദിവസ് എന്ന് കൂടി ഈ ദിനം അറിയപ്പെടുന്നത്. സംവിധാൻ ദിവസ് എന്നറിയപ്പെടുന്നത് നവംബർ 26-നാണ്. നവംബർ 26 2015 മുതൽ സംവിധാൻ ദിവസ് എന്നുകൂടി ഈ ദിനം അറിയപ്പെടുന്നു. ദേശീയ നിയമദിനം എന്നും ഇതിന് പേരുണ്ട്. അപ്പോൾ സംവിധാൻ ദിവസ് എന്നറിയപ്പെടുന്നത് നവംബർ 26 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നു. ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നു. 2023 ബുക്കർ സമ്മാനം നേടിയത് ഏതാണ്? 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നു. ജനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നു. 26 നമ്മൾ വേറൊരു പേരാണ് തന്നെ സംവിധാൻ ദിവസ് എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ദേശീയ നിയമദിനമായിട്ടും ഇത് അറിയപ്പെടുന്നുണ്ട്. 2023 ബുക്കർ സമ്മാനം നേടിയത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അത് പോൾ ലിഞ്ച്. ഓക്കെ, 2023 ബുക്കർ സമ്മാനം നേടിയത് പോൾ ലിഞ്ച്. ഓർത്തിരിക്കുക, ചോദ്യം വരും. ഓക്കെ, പ്രൊഫറ്റ് സോങ് എന്ന നോവലിനാണ് ഐറിഷ് സാഹിത്യകാരനായിട്ടുള്ള പോൾ ലിഞ്ചിനെ സമ്മാനം നേടിയത്. ഓക്കെ, പ്രൊഫറ്റ് സോങ് ഓക്കെ, പ്രൊഫറ്റ് സോങ് എന്ന് പറയുന്ന നോവലിനാണ് ഐറിഷ് സാഹിത്യകാരനായിട്ടുള്ള പോൾ ലിഞ്ചിനെ സമ്മാനം ലഭിച്ചത്. ഏകദേശം 53 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നിന്നുമുള്ള ഇംഗ്ലീഷ് എഴുത്തുകാരുടെ ബ്രിട്ടനിലും അയർലാൻഡിലും പ്രസിദ്ധീകരിക്കുന്ന നോവലുകൾക്കാണ് ബുക്കർ സമ്മാനം. അപ്പോൾ ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നിന്നുമുള്ള ഇംഗ്ലീഷ് എഴുത്തുകാരുടെ ബ്രിട്ടനിലും അയർലാൻഡിലും പ്രസിദ്ധീകരിക്കുന്ന നോവലുകൾക്കാണ് ബുക്കർ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ പോൾ ലിഞ്ച് അദ്ദേഹത്തിൻ്റെ പ്രൊഫറ്റ് സോങ് എന്ന് പറയുന്ന നോവലിനാണ് ബുക്കർ സമ്മാനം. ദേശീയ ക്ഷീരദിനം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ നവംബർ 26 തന്നെയാണ് എന്ത് ഭരണഘടനാ ദിനം. അതുപോലെ തന്നെ സംവിധാൻ ദിവസം ഒക്കെ എന്നറിയപ്പെടുന്ന നവംബർ 26. അപ്പോൾ ദേശീയ ക്ഷീരദിനം നവംബർ 26. ക്ഷീര വിപ്ലവത്തിൻ്റെ പിതാവായിട്ടുള്ള ഡോക്ടർ വർഗീസ് കുര്യൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ ക്ഷീരദിനമായി ആചരിക്കുന്നത്. 1921 നവംബർ 26 കോഴിക്കോടാണ് അദ്ദേഹം ജനിച്ചത്. ഓക്കെ, അപ്പോൾ ക്ഷീരദിനം നവംബർ 26 1921 നവംബർ 26 കോഴിക്കോടാണ് അദ്ദേഹം ജനിച്ചത്. ഓക്കെ, ആരെ വർഗീസ് കുര്യൻ, ഓർത്തിരിക്കുക. 2023 നവംബർ 25 അന്തരിച്ച ബി ശശികുമാർ ഏത് നിലയിൽ അറിയപ്പെടുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വയലിനിസ്റ്റാണ്. നിർമ്മിത ബുദ്ധി AI സുരക്ഷിതമാക്കാനുള്ള ആദ്യ അന്താരാഷ്ട്ര ഉടമ്പടി അടുത്തിടെ വാഷിംഗ്ടണിൽ ഒപ്പുവയ്ക്കപ്പെട്ടു. എത്ര രാജ്യങ്ങളാണ് ഇതിൽ ഒപ്പുവെച്ചു കഴിഞ്ഞാൽ 18 രാജ്യങ്ങളാണ്. ദുഷ്ടശക്തികളുടെ കരങ്ങളിൽ AI എത്താതിരിക്കാനും അതുപയോഗിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെ രൂപകൽപ്പന വേളയിൽ നിന്ന് സുരക്ഷിതമാക്കാൻ കമ്പനികളെ നിർബന്ധിക്കാനുള്ളതാണ് ഉടമ്പടി. അപ്പോൾ AI എന്ന് പറയുന്ന സുരക്ഷിതമായുള്ള AI നിർമ്മിത ബുദ്ധിയെ സുരക്ഷിതമാക്കാനുള്ള ആദ്യ അന്താരാഷ്ട്ര ഉടമ്പടി അടുത്തിടെ വാഷിംഗ്ടണിൽ ഒപ്പുവെച്ചു. എത്ര രാജ്യങ്ങളാണ് അത് ഒപ്പുവെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ 18 രാജ്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത് US നിഘണ്ടുവായ എന്താണ് മെറിയം വെബ്സ്റ്റർ. US നിഘണ്ടുവായ മെറിയം വെബ്സ്റ്റർ 2023 പദമായി തിരഞ്ഞെടുത്ത ഏതാണ് ഒഥൻറ്റിക്. US നിഘണ്ടുവായ മെറിയം വെബ്സ്റ്റർ 2023 പദമായി തിരഞ്ഞെടുത്ത ഏതാണ് ഒഥൻറ്റിക്. ആധികാരികം, വിശ്വസനീയം എന്നൊക്കെയാണ് അർത്ഥം ഒഥൻറ്റിക്കിൻ്റെ അർത്ഥം. ഡീപ്പ് ഫേക്ക്, കൊറോണേഷൻ തുടങ്ങിയ പദങ്ങളെ പിന്തള്ളിയാണ് ഒഥൻറ്റിക് മുന്നിലെത്തിയത്. ഗ്യാസ് ലൈറ്റിംഗ് ആയിരുന്നു 2022 ഗ്യാസ് ലൈറ്റ്നിങ് ആയിരുന്നു 2022 വാക്ക്. ഇതെന്നാണ് ഒഥൻറ്റിക്. അപ്പോൾ US നിഘണ്ടുവായ മെറിയം വെബ്സ്റ്റർ 2023 പദമായി തിരഞ്ഞെടുത്തതാണ് ഒഥൻറ്റിക്കാണ്. ചിലപ്പോൾ ചോദ്യം വരും, ഓർത്തിരിക്കുക. അടുത്ത് ഗോത്ര വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 24,104 കോടി രൂപ ചെലവരുന്ന പദ്ധതിയാണ് PM ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ. PM ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ. ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയ മലയാളിയായ ബഹിരാകാശ ശാസ്ത്രജ്ഞയായ ഡോക്ടർ VR ലളിതാംബികയാണ്. ബഹിരാകാശ രംഗത്തെ ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള സഹകരണത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ലീജിയൻ ദ ഹോണർ എന്ന ബഹുമതി നൽകിയത്. ബഹിരാകാശ രംഗത്ത് ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള സഹകരണത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ലീജിയൻ ദി ഹോണർ എന്ന ബഹുമതി നൽകിയത്. ആർക്കാണ്? ഡോക്ടർ VR ലളിതാംബിക. ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയ മലയാളിയായ ബഹിരാകാശ ശാസ്ത്രജ്ഞയാണ് ഡോക്ടർ VR ലളിതാംബിക. ഓർത്തിരിക്കുക. 2023 നവംബർ 29 100-ാം വയസ്സിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ നയതന്ത്രജ്ഞനാണ് ഹെൻറി കിസിഞ്ചർ. ഹെൻറി കിസിഞ്ചർ 2 പ്രാവശ്യം USA വിദേശകാര്യ സെക്രട്ടറിയും ഒരു തവണ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായിരുന്ന ഈ 2 പദവികളും വഹിച്ച ഏക വ്യക്തി കൂടിയാണ് അദ്ദേഹം. 1973 വിയറ്റ്നാം യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടിയുടെ പേരിൽ സമാധാന നോബൽ നേടിയിരുന്നു. അതുപോലെ തന്നെ നേടിയിരുന്നു ജർമ്മനിയിലെ ജൂത കുടുംബത്തിൽ ജനിച്ച ഹെയ്ൻസ് ആൽഫ്രഡ് കിസിഞ്ചർ കുടുംബത്തോടെ നാസി പീഡനത്തെ തുടർന്ന് 1930 അമേരിക്കയിലേക്ക് പാർത്തു. ഹെൻറി എന്ന ഇംഗ്ലീഷ്
പേരിലേക്ക് മാറി അദ്ദേഹത്തിന് 1943 US പൗരത്വം ലഭിച്ചു. വിയറ്റ്നാം യുദ്ധം മുതൽ 100-ാം വയസ്സിൽ ചൈന US ബന്ധം മെച്ചപ്പെടുത്താനുള്ള നയതന്ത്ര ഇടപെടൽ വരെ കിസിഞ്ചർ നടത്തിയ നീക്കങ്ങൾ അമേരിക്കയെ ആഗോള ശക്തിയാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആരാണ് 2021 നവംബർ 29 100-ാം വയസ്സിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ നയതന്ത്രജ്ഞനാണ് ആര്? ഹെൻറി കിസിഞ്ചർ. ഓർത്തിരിക്കുക. അടുത്ത്, ഏത് സേനയുടെ ചരിത്രം വിശദമാക്കുന്ന ചിത്രകഥാ പുസ്തകമാണ് അടുത്തിടെ പുറത്തിറക്കിയത്? നാവികസേനയുടെ. മലയാളം ഉൾപ്പെടെ 10 ഭാഷകളിലാണ് പുസ്തകം. നാവികസേനയുടെ ചിത്രകഥാ പുസ്തകമാണ് അടുത്തിടെ പുറത്തിറക്കിയത്. നാവികസേന മലയാളം ഉൾപ്പെടെ 10 ഭാഷകളിലായിട്ടാണ് പുസ്തകം പുറത്തിറക്കിയത്. ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ സ്വാധീനം പ്രതിരോധിക്കാൻ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക സാങ്കേതിക സഹകരണം മെച്ചപ്പെടുത്താനുള്ള പുതിയ കരാറാണ് ധാരണയായത് വെച്ചാൽ USA, UK, ഓസ്ട്രേലിയ. അപ്പോൾ ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ സ്വാധീനം പ്രതിരോധിക്കാൻ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക രംഗത്ത് സാങ്കേതിക സഹകരണം മെച്ചപ്പെടുത്താനുള്ള പുതിയ കരാറാണ് വെച്ചാൽ USA, UK, ഓസ്ട്രേലിയ. അപ്പോൾ ഏതു സേനയുടെ ചരിത്രം വിശദമാക്കുന്ന ചിത്രകഥാ പുസ്തകം അടുത്തിടെ പുറത്തിറക്കുന്നത്? അത് നാവികസേനയുടെ. ഓക്കെ, അപ്പോൾ ഏത് സേനയുടെ ചരിത്രം വിശദമാക്കുന്ന ചിത്രകഥാ പുസ്തകമാണ് അടുത്തിടെ പുറത്തിറക്കുന്നത്? നാവികസേനയുടെ. ഓക്കെ, അടുത്ത്, ജലത്തിനടിയിലൂടെ സഞ്ചരിക്കുന്ന ഡ്രോണുകളടക്കമുള്ള നൂതന സാങ്കേതിക വിദ്യകൾ കൈമാറുകയാണ് ലക്ഷ്യം. ഇൻഡോ പസഫിക് മേഖലയുടെ സുരക്ഷയ്ക്കായി US, UK, ഓസ്ട്രേലിയ എന്നിവ ചേർന്ന് ഓക്കസ്, ദ യുണൈറ്റഡ് കിങ്ഡം, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന പേരുള്ള ത്രികക്ഷി സഖ്യം 2021 സെപ്റ്റംബർ 15 നിലവിൽ വന്നിരുന്നു. ലോക ഭിന്നശേഷി ദിനം, ഇൻ്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിസംബർ 3 ഓക്കെ, ലോക ഭിന്നശേഷി ദിനം, ഇൻ്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്നാണ് ഡിസംബർ 3. ഓക്കെ, 2021 ഡിസംബർ 3 അന്തരിച്ച പ്രമുഖ സാമ്പത്തിക ചിന്തകനാണ് ഡോക്ടർ എം കുഞ്ഞാമൻ. ലളിത് ചിന്തകനും ദളിത് ചിന്തകനും അധ്യാപകനും UGC അംഗമായിരുന്നു ഡോക്ടർ എം കുഞ്ഞാമൻ. അപ്പോൾ 2021 ഡിസംബർ 3 അന്തരിച്ച പ്രമുഖ സാമ്പത്തിക ചിന്തകനാണ് ഡോക്ടർ എം കുഞ്ഞാമൻ. ലോക ഭിന്നശേഷി ദിനം, ഇൻ്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി എന്നാണ് ഡിസംബർ 3. ഓക്കെ, ഓർത്തിരിക്കുക. അപ്പോൾ ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ സ്വാധീനം പ്രതിരോധിക്കാൻ ഏത് രാജ്യങ്ങൾ തമ്മിലേക്കാണ്? USA, UK, ഓസ്ട്രേലിയ. ഓക്കെ, കരാർ തയ്യാറാക്കിയത് വെച്ചാൽ USA, UK, ഓസ്ട്രേലിയ. 2021 ഡിസംബർ 3 അന്തരിച്ച പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ചിന്തകൻ ഡോക്ടർ എം കുഞ്ഞാമൻ. ദളിത് ചിന്തകനും അധ്യാപകനും UGC അംഗമായിരുന്നു. 2021 മികച്ച ആത്മകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹം രചിച്ച എതിർ എന്ന കൃതിക്ക് ലഭിച്ചുവെങ്കിലും നിരസിച്ചു. ഡെവലപ്മെൻറ്റ് ഓഫ് ട്രൈബൽ എക്കോണമി, സ്റ്റേറ്റ് ലെവൽ പ്ലാനിംഗ് ഇൻ ഇന്ത്യ, കേരളത്തിലെ വികസന പ്രതിസന്ധി തുടങ്ങിയവ കൃതികൾ. ഐക്യരാഷ്ട്രസഭയുടെ 28ാമത് ആഗോള കാലാവസ്ഥ ഉച്ചകോടി നടക്കുന്നത് എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ദുബായിൽ, UAE-ലാണ്. 2023 നവംബർ 30 മുതൽ ഡിസംബർ 13 വരെയുള്ള കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ് COP28 ആണ്. COP28 ദുബായ്. ഓക്കെ, അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ 28ാമത് ആഗോള കാലാവസ്ഥ COP28ൻ്റെ വേദി എവിടെയാണ്? UAE, ദുബായ്, UAE ആണ്. ഭൂമി അഭിമുഖീകരിക്കുന്ന കാലാവസ്ഥാ പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗത്തിൽ നിന്ന് പിന്മാറാനുള്ള അന്തിമ ഉച്ചകോടി അംഗീകരിച്ചു. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗത്തിൻ്റെ ഭാവി സംബന്ധിച്ച് തീരുമാനമെടുക്കുന്ന UN-ൻ്റെ ആദ്യ കാലാവസ്ഥാ ഉച്ചകോടിയായിരുന്നു COP28 എന്ന് പറഞ്ഞ സംഗതി. ഇതിനു മുമ്പ് ഈജിപ്തിലായിരുന്നു. ഓക്കെ, കാലാവസ്ഥാ വ്യതിയാനത്തിനുള്ള UAE-യുടെ പ്രതിനിധിയും വ്യവസായ സാങ്കേതിക മന്ത്രിയുമായ ഡോക്ടർ സുൽത്താൻ അൽ ജാബർ ആയിരുന്നു ഉച്ചകോടിയുടെ അധ്യക്ഷൻ. COP27 സമ്മേളനം 2022 നവംബറിൽ ഈജിപ്തിലായിരുന്നു നടന്നിരുന്നത്. ഓർത്തിരിക്കുക. അപ്പോൾ COP28ൻ്റെ വേദി എവിടെയാണ്? COP28 ചോദ്യം വരും. COP28ൻ്റെ വേദി UAE ആയിരുന്നു. കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ് COP28 സംഘടിപ്പിച്ചത്. ഭൂമി അഭിമുഖീകരിക്കുന്ന കാലാവസ്ഥാ പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗത്തിൽ നിന്ന് പിന്മാറാനുള്ള അന്തിമ ഉടമ്പടി ഉച്ചകോടി അംഗീകരിച്ചു. ഏതാണ്? COP28ലാണ് ഈ ഒരു ഉടമ്പടി ഒപ്പിച്ചത്. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗത്തിൻ്റെ ഭാവി സംബന്ധിച്ച് തീരുമാനമെടുക്കുന്ന UN-ൻ്റെ ആദ്യ കാലാവസ്ഥ ഉച്ചകോടിയായിരുന്നു ഈ COP28. എവിടെ വേദി? UAE, ദുബായ്. സ്വിസ് സംഘടനയായ IQAir തയ്യാറാക്കിയ പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം ഏതാണ്? ഡൽഹിയാണ്. സ്വിസ് സംഘടനയായ IQAir തയ്യാറാക്കിയ പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം ഡൽഹി. ഓർത്തിരിക്കുക. അടുത്തത്, ഒമിക്രോൺ JN1 വകഭേദം കേരളത്തിൽ. രാജ്യത്ത് നിലവിലുള്ള കോവിഡ് കേസുകളിൽ 89.5% കേസുകളും കേരളത്തിലാണെന്ന് കണക്കുകൾ. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് കണക്കുകൾ പുറത്തുവിട്ടത്. അതിനൊപ്പം തന്നെ നിലവിൽ ലോകത്ത് പടരുന്ന ഒമിക്രോൺ JN1 വകഭേദം കേരളത്തിലും സ്ഥിരീകരിച്ചു.
ഓക്കെ, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഇ വി രാമകൃഷ്ണൻ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളത്തിൽ ഇ വി രാമകൃഷ്ണൻ എഴുതിയ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന പഠന ഗ്രന്ഥത്തിനാണ് പുരസ്കാരം. അക്ഷരവും ആധുനികതയും എന്ന പുസ്തകത്തിന് 1995 നിരൂപണ പഠന സാഹിത്യത്തിലുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ വിളയങ്കാടാണ്. അപ്പോൾ ആരാണ്? ഇ വി രാമകൃഷ്ണന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളത്തിൽ ഇ വി രാമകൃഷ്ണൻ്റെ ഏതാണ്? മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ ഇ വി രാമകൃഷ്ണന് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. ഓർത്തിരിക്കുക, ചോദ്യം വരും. ഓക്കെ, അടുത്ത സിന്ധു നദീതട കേന്ദ്രത്തിൽ ഉൽക്കയുടെ തെളിവ്. ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം ലൂനയിലെ സിന്ധു നദീതട സംസ്കാര കാലയളവിലെ ഉൽക്കാപതനത്തിൻ്റെ ശിലകൾ കണ്ടെത്തി. പഠനത്തിൽ നിരവധി ധാതുക്കളും പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി, ദേശീയ ഭൗമശാസ്ത്ര കേന്ദ്രം എന്നിവയുടെ സഹകരണത്തോടെ കേരള സർവകലാശാല ജിയോളജി വകുപ്പാണ് പഠനം നടത്തിയത്. അപ്പോൾ സിന്ധു നദീതട കേന്ദ്രത്തിൽ ഉൽക്കയുടെ തെളിവ് കണ്ടെത്തിയത് ഏത് സർവകലാശാല എന്ന് ചോദിച്ചാൽ കേരള സർവകലാശാല ജിയോളജി വകുപ്പ്. അപ്പോൾ അക്ഷരം ഏതൊക്കെയാണ്? മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന് പറയുന്ന പഠനഗ്രന്ഥത്തിനാണ് പുരസ്കാരം. എന്ത് പുരസ്കാരം ലഭിച്ചത്? കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഇ വി രാമകൃഷ്ണൻ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. സിന്ധു നദീതട കേന്ദ്രത്തിൽ ഉൽക്കയുടെ തെളിവ് കണ്ടെത്തിയത് ആരാണ്? അത് കേരള സർവകലാശാല ജിയോളജി വകുപ്പ്. ബഹിരാകാശ ഗവേഷണത്തിന് നിർമ്മിത ബുദ്ധി. ബഹിരാകാശ ഗവേഷണ രംഗത്ത് നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രയോജനപ്പെടുത്താൻ ഒരുങ്ങുന്നു ISRO. ഗഗൻയാൻ ദൗത്യത്തിന് മുന്നോടിയായുള്ള GX ദൗത്യത്തിലെ റോബോട്ടായ വ്യോമമിത്ര നിർമ്മിത ബുദ്ധിയിലാണ് പ്രവർത്തിക്കുക. വ്യോമമിത്ര. അപ്പോൾ ഗഗൻയാൻ ദൗത്യത്തിന് മുന്നോടിയായിട്ടുള്ള GX ദൗത്യത്തിലെ റോബോട്ടായിട്ടുള്ള വ്യോമമിത്ര നിർമ്മിത ബുദ്ധിയിലാണ് പ്രവർത്തിക്കുക. അപ്പോൾ ബഹിരാകാശ ഗവേഷണ രംഗത്ത് നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രയോജനപ്പെടുത്താൻ ഒരുങ്ങി ISRO. ഓർത്തിരിക്കുക. ചിരാഗിനും സ്വാതിക്കിനും ഖേൽ രത്ന. 2023 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഓക്കെ, രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ധ്യാൻചന്ദ് ഖേൽ രത്ന ബാഡ്മിൻ്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടി, അതുപോലെ തന്നെ സ്വാതിക് സായിരാജ് റെങ്കിറെഡ്ഡി എന്നിവർക്ക് അർഹത. അപ്പോൾ ബാഡ്മിൻ്റൺ താരങ്ങളായിട്ടുള്ള ചിരാഗ് ഷെട്ടിക്കും അതുപോലെ തന്നെ സ്വാതിക് സായിരാജ് റെങ്കിറെഡ്ഡിക്കുമാണ് ഇത്തവണത്തെ ഖേൽ രത്ന. 2023 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ധ്യാൻചന്ദ് ഖേൽ രത്ന ബാഡ്മിൻ്റൺ താരങ്ങളായിട്ടുള്ള ചിരാഗ് ഷെട്ടി, സ്വാതിക് സായിരാജ് റെങ്കിറെഡ്ഡി എന്നിവർ അർഹരായി. മലയാളി അത്ലറ്റായ M ശ്രീശങ്കർ, ക്രിക്കറ്റ് താരമായ മുഹമ്മദ് ഷമി എന്നിവർ ഉൾപ്പെടെ 26 കായിക താരങ്ങൾക്ക് അർജുന അവാർഡ് ലഭിച്ചു. അപ്പോൾ അർജുന അവാർഡ് ലഭിച്ചത് ആർക്കാണ്? M ശ്രീശങ്കർ എന്നാണ് കേരളത്തിൽ മലയാളി താരമായ അത്ലറ്റായിട്ടുള്ള M ശ്രീശങ്കർ, അതുപോലെ തന്നെ മുഹമ്മദ് ഷമി എന്നിവർ ഉൾപ്പെടെ 26 കായികർക്ക് അർജുന അവാർഡ്. അവർക്ക് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ചിരാഗ് ഷെട്ടി, അതുപോലെ തന്നെ സ്വാതിക് സായിരാജ് റെങ്കിറെഡ്ഡി എന്നിവർക്കാണ് ഖേൽ രത്ന പുരസ്കാരം. മലയാളി അത്ലറ്റായിട്ടുള്ള M ശ്രീശങ്കർ, ക്രിക്കറ്റ് താരമായിട്ടുള്ള മുഹമ്മദ് ഷമിയിലൂടെ 26 കായിക താരങ്ങൾക്ക് അർജുന അവാർഡ് ലഭിച്ചു. കായിക രംഗത്തെ ആജീവനാന്ത സംഭാവനയ്ക്ക് ദ്രോണാചാര്യ പുരസ്കാരം മലയാളിയായ കബഡി കോച്ച് ഇ ഭാസ്കർ ഉൾപ്പെടെ 3 പേർക്ക്. അപ്പോൾ മലയാളിയായിട്ടുള്ള ഇ ഭാസ്കർ കബഡി കോച്ചാണ് ഇ ഭാസ്കറിന് ലഭിച്ചു ദ്രോണാചാര്യ കായിക രംഗത്തെ ആജീവനാന്ത സംഭാവനയ്ക്ക് ദ്രോണാചാര്യ പുരസ്കാരം മലയാളിയായിട്ടുള്ള കബഡി കോച്ച് ഇ ഭാസ്കറിന് ലഭിച്ചു. ഓക്കെ, അടുത്ത് എക്സിനെതിരെ നടപടിയുമായി യൂറോപ്യൻ യൂണിയൻ. സാമൂഹിക മാധ്യമമായ എക്സിനെതിരെ ഔദ്യോഗിക നടപടി പ്രഖ്യാപിച്ച യൂറോപ്യൻ യൂണിയൻ നിയമങ്ങൾ എക്സ് ലംഘിക്കുന്നുണ്ടെന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി. യൂറോപ്യൻ യൂണിയൻ്റെ പുതിയ ഡിജിറ്റൽ സർവീസ് ആക്ട് പ്രകാരമുള്ള നടപടിയാണ് ഇത്. ഓർത്തിരിക്കുക. ലോകത്തിലെ വലിയ ഓഫീസ് കെട്ടിടം തുറന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടമായ സൂറത്ത് ഡയമണ്ട് ബൗസ് സൂറത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഗിഫ്റ്റ് സിറ്റിയിൽ 67.28 ലക്ഷം ചതുരശ്ര അടിയിൽ 3200 കോടി രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചത്. 65 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള പെൻറ്റഗൺ സമുച്ചയമായിരുന്നു ഇതുവരെ ലോകത്തിലുള്ളതിൽ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമായി കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഉള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടം സൂറത്ത് ഡയമണ്ട് ബൗസ് സൂറത്തിൽ പ്രധാനമന്ത്രി. സൂറത്ത് ഡയമണ്ട് ബൗസ് എവിടെയാണ്? സൂറത്ത്, ഗുജറാത്തിലാണ്. അപ്പോൾ സാമൂഹിക മാധ്യമത്തിന് ആരാണ്? യൂറോപ്യൻ യൂണിയൻ നടപടിയുമായി യൂറോപ്യൻ യൂണിയൻ എന്താണ്? യൂറോപ്യൻ യൂണിയൻ്റെ നിയമങ്ങൾ എക്സ് ലംഘിക്കുന്നുണ്ടെന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി. യൂറോപ്യൻ യൂണിയൻ്റെ പുതിയ ഡിജിറ്റൽ സർവീസ് ആക്ട് പ്രകാരമുള്ള ആദ്യ നടപടിയാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടം സൂറത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടം സൂറത്ത് ഡയമണ്ട് ബൗസ്. ഓർത്തിരിക്കുക. അടുത്ത്
സാംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആദ്യ സെഞ്ചുറി. അന്താരാഷ്ട്ര ക്രിക്കറ്റ് ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി താരമാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി താരമാണ് സഞ്ജു സാംസൺ. ദക്ഷിണാഫ്രിക്കെതിരായ ഏകദിന പരമ്പരയിൽ 3-ാം മത്സരത്തിലാണ് നേട്ടം. 114 ബോളിൽ 108 റൺസാണ് കായിക താരം അല്ലെങ്കിൽ ഈ താരം നേടിയത്. ഓർത്തിരിക്കുക. 146 പ്രതിപക്ഷ എംപിമാർക്ക് സസ്പെൻഷൻ. പാർലമെന്റ് ഇരുസഭകളിലുമായി 146 പ്രതിപക്ഷ എംപിമാരെ ശീതകാല സമ്മേളനത്തിൽ നിന്ന് പുറത്താക്കി. ഇതിൽ 100 പേരും ലോക്സഭയിൽ നിന്നുള്ളവരാണ്. സഭാ നടപടികൾ തടസ്സപ്പെടുത്തുക, അപമര്യാദയായി പെരുമാറുക, നടുക്കളത്തിലിറങ്ങി പ്രതിഷേധിക്കുക എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി. സഭാ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇത്രയധികം ആളുകളെ ഒരുമിച്ച് പുറത്താക്കുന്നത്. 146 എംപിമാരെയാണ് സസ്പെൻഡ് ചെയ്ത്. 146 എംപിമാരെ. ഓക്കെ, അടുത്തത് ഭരക്കുട നീറ്റിലിറക്കി. രാജ്യത്തെ ഏറ്റവും വേഗമേറിയ സോളാർ ഇലക്ട്രിക് ബോട്ട് ഭരക്കുട. അപ്പോൾ ഭരക്കുട എന്താണ്? സോളാർ ഇലക്ട്രിക് ബോട്ടാണ് ഭരക്കുട. എന്താണ്? രാജ്യത്തെ ഏറ്റവും വേഗമേറിയ സോളാർ ഇലക്ട്രിക് ബോട്ട് ഭരക്കുട നീറ്റിലിറക്കി. കൊച്ചി ആസ്ഥാനമായുള്ള നവാൾട്ടും മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡും സംയുക്തമായി ബോട്ട് വികസിപ്പിച്ചത്. അതിവേഗം നീങ്ങുന്ന കടൽ മത്സ്യമായ ഭരക്കുടയുടെ പേരാണ് ബോട്ടിന്. ഭരക്കുട എന്ന് പറയുന്നത് അതിവേഗം നീങ്ങുന്ന കടൽ മത്സ്യമാണ്. ആ കടൽ മത്സ്യത്തിൻ്റെ പേരാണ് ഈ ഒരു ബോട്ടിന്, ഈ ഒരു സോളാർ ഇലക്ട്രിക് ബോട്ടിന് നൽകിയിരിക്കുന്നത്. കൊച്ചി ആസ്ഥാനമായുള്ള നവാൾട്ടും മസഗോൺ ഡോക്ക് ഷിപ്പ് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡുമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഓർത്തിരിക്കുക. ഇൻ ഷോർട്ട് എന്താണ്? സംസ്ഥാനത്തെ മൃഗാശുപത്രികളിൽ നടക്കുന്ന ക്രമക്കേടുകൾ കണ്ടെത്താൻ വിജിലൻസ് വിഭാഗം നടത്തുന്ന ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ. വൈറ്റ് സ്കാൻ. സംസ്ഥാനത്തെ മൃഗാശുപത്രികളിൽ നടക്കുന്ന ക്രമക്കേടുകൾ കണ്ടെത്താൻ വിജിലൻസ് വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ. വേൾഡ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ കോൺഫറൻസ് 2023 വേദി ആണ് ദുബായ്. വേൾഡ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ കോൺഫറൻസ് 2023 വേദി ആണ് ഇത് ദുബായ് എന്ന് പറയുന്നത്. 2023 ഡിസംബറിൽ പ്രൊഫഷണൽ ഫുട്ബോളിൽ 1200 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഫുട്ബോൾ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. പ്രഥമ ആണവോർജ്ജ ഉച്ചകോടിയുടെ വേദിയാണ് ബ്രസൽസ്. പ്രഥമ ആണവോർജ്ജ ഉച്ചകോടിയുടെ വേദിയാണ് ബ്രസൽസ്. രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ എവിടെയാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഹമ്മദാബാദിലാണ്. രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ എവിടെയാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ അത് അഹമ്മദാബാദിലാണ് നിലവിൽ വന്നത്. ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ അഹമ്മദാബാദ്. പ്രഥമ ആണവോർജ്ജ ഉച്ചകോടിയുടെ വേദിയായിട്ട് ബ്രസൽസ്. പ്രഥമ ആണവോർജ്ജ ഉച്ചകോടിയുടെ വേദി ബ്രസൽസ് ആണ്. 2021 ഡിസംബറിൽ പ്രൊഫഷണൽ ഫുട്ബോളിൽ 1200 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഫുട്ബോൾ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. പ്രഥമ ആണവോർജ്ജ ഉച്ചകോടിയുടെ വേദി ബ്രസൽസ് ആണ്. രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്ന അഹമ്മദാബാദാണ്. ഇന്ത്യ വിയറ്റ്നാം സംയുക്ത സൈനികാഭ്യാസമായ വിൻബാക്സ് 2022 വേദി എവിടെയാണ്? ഹനോയ്. 2024 IPL സീസണിലേക്കുള്ള താരലേലത്തിൽ ഉയർന്ന തുക സ്വന്തമാക്കിയതാരാണ്? മിച്ചൽ സ്റ്റാർക്കാണ് ഓസ്ട്രേലിയ. കുവൈത്തിൻ്റെ 17ാമത് അമീറായി ചുമതലയേറ്റത് ഷെയ്ഖ് മിഷ് അൽ അഹമ്മദ് അൽ ജാബിർ അസബാഗ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടി പറയാം. സംസ്ഥാനത്ത് മൃഗാശുപത്രിയിൽ നടക്കുന്ന ക്രമക്കേടുകൾ കണ്ടെത്താൻ വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധന ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ. വേൾഡ് റേഡിയോ കോൺഫറൻസ് അല്ലെങ്കിൽ വേൾഡ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ കോൺഫറൻസ് 2023 വേദിയാണ് ദുബായ്. 2023 ഡിസംബറിൽ പ്രൊഫഷണൽ ഫുട്ബോൾ 1200 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഫുട്ബോൾ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. പ്രഥമ ആണവോർജ്ജ ഉച്ചകോടിയുടെ വേദിയാണ് ബ്രസൽസ്. രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ എവിടെയാണ് നിലവിൽ വരുന്നത് ചോദിച്ചാൽ അഹമ്മദാബാദാണ്. ഇന്ത്യ വിയറ്റ്നാം സംയുക്ത സൈനികാഭ്യാസമായി വിൻബാക്സ് ഇന്ത്യ അതുപോലെ തന്നെ വിയറ്റ്നാം 2023 വേദി ഹനോയ് ആണ്. 2024 IPL സീസണിലേക്കുള്ള താരലേലത്തിൽ ഉയർന്ന തുക സ്വന്തമാക്കിയത് മിച്ചൽ സ്റ്റാർക്ക് ഓസ്ട്രേലിയ. കുവൈത്തിൻ്റെ 17ാമത് അമീറായി ചുമതലയേറ്റത് ഷെയ്ഖ് മിഷ് അൽ അഹമ്മദ് അൽ ജാബിർ അസ്ബാഗ്. ഓർത്തിരിക്കുക. 2023 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയർ ടോപ്പിക്കാണ് നമ്മൾ നോക്കിയത്. തൊട്ടടുത്ത ക്ലാസ്സിൽ മറ്റൊരു കറണ്ട് അഫയർ ടോപ്പിക്കുമായി കാണാം. താങ്ക് യു. ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.